അല്ല, ഇപ്പം എന്താ ഒരു പ്രത്യേക നിയമം? ഒരുപാട് വെള്ളിയാഴ്ചയും പെരുന്നാളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായ വലിയൊരുന്നാളും ചെറിയൊരുന്നാളൊക്കെ വന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തിൽ 2026 മാത്രം ഒരു വെള്ളിയാഴ്ചയും ജുമായും വന്ന പിന്നെ അന്ന് ജുമാ വേണ്ട, എന്താ ഇപ്പോൾ ഈ തീരുമാനം? അതൊന്നും മുമ്പുണ്ടായില്ലേ? മുമ്പ് ഈ ഹദീസും ഈ തീരുമാനങ്ങളും ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ലേ? ഇപ്പൊ പൊട്ടിമുളച്ചതാണോ? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ചില സെൽഫികൾ, ഇബിലീസിന്റെ കൂട്ടാളികളായ പണ്ഡിതന്മാര്, പണ്ഡിത വേഷധാരികൾ, വഹാബികള് ഇപ്പൊ പുതിയ തീരുമാനമായിട്ട് വന്ന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ വെള്ളിയാഴ്ചയും പെരുന്നാളൊന്നും. ഇപ്പൊ മാത്രമാണോ 2026 മാത്രമാണോ ഉണ്ടായത്? അന്നൊന്നും പറയാത്തൊരു പ്രത്യേക തീരുമാനം ഇപ്പൊ പറയണതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട എന്താണെന്ന് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായെന്തറിയോ? വഹാബികൾ ഒരുപാട് ചിന്ന ഭിന്നായിക്കുകയാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറും മുശ്രിക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവരിൽ ആരും ശ്രദ്ധിക്കണില്ല. ഇപ്പോൾ വളരുന്ന തലമുറകൾ ഇവരൊന്നും തീരെ ശ്രദ്ധിക്കണില്ല, ഇവരെ പള്ളിയിലേക്ക് പോകണമില്ല. അപ്പം ഇവരിലേക്കൊരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവരിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എന്താ ഈ പറയണമെന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഒന്ന് അങ്ങനെ. അപ്പോൾ പൊതുവെ ജനങ്ങൾക്കിപ്പോൾ ഈ മോഡേണിസ്റ്റ് ജനങ്ങളെക്കുറിച്ചിടത്തോളം അവർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ പെരുന്നാൾക്കാണ്ട് പുരസ്കാരത്തിനാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേന് പോകണ്ടല്ലോ. മറ്റേ ഈ മൊയ്ലിയാമാരാണെങ്കിൽ നിർബന്ധമായിട്ട് മറ്റേനും പങ്കെടുക്കണം എന്നുള്ള പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ദീനാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അത് ഈ വഹാബികൾക്ക് നല്ലോണം അറിയാം. എന്ത് ജനങ്ങളെ ഈമാൻ മുടക്കിയാലും ജനങ്ങളെ ഇബാദത്ത് മുടക്കിയാലും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ് വേണ്ടത്, ഞങ്ങൾക്ക് ആളുണ്ടാവണം. അപ്പോൾ അതാണ് ഇപ്പോൾ ആകത്തുക പ്രശ്നം. അല്ലാതെ മുമ്പ് വെള്ളിയാഴ്ചയും പെരുന്നാളൊന്നും ഉണ്ടാവായിട്ടല്ല. ഫിത്തിനകൾ ഉണ്ടാക്കാൻ ഇത്ര നല്ല കഴിവുള്ളൊരു വിഭാഗം, ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കാൻ ഇത്ര കഴിവുള്ളൊരു വിഭാഗം, ജനങ്ങളെ ഇബാദത്ത് മുടക്കാൻ ഇത്ര കഴിവുള്ളൊരു വിഭാഗം വഹാബികളല്ലാതെ, ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ വേറെ കാണൂലട്ടോ. ഭയങ്കര കഴിവാണ് അവർക്ക്. ജനങ്ങളെ ഈമാൻ പോക്കറ്റടിക്കുക, ജനങ്ങളെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുക, ജനങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്തുക, മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 2 മണിക്ക് 2 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുക. ഇങ്ങനെ ജനങ്ങളെ കംപ്ലീറ്റ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഈ കപട വിശ്വാസികളെ പോലെ ജനങ്ങളെ പറ്റിക്കുന്ന വേറൊരു വിഭാഗം ഈ ലോകത്തില്ല എന്ന് തന്നെ ഉറപ്പാണ്.